വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ വേരിയൻ്റ് അല്ല, ഗ്ലോബൽ വേരിയൻ്റ് ആണ്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും ചില ആളുകളെങ്കിലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയുന്ന കാര്യമാണ്, ബ്രോ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ എൻ്റെ ഫോണിൽ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ. അതായത് ഗ്ലോബലിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണും ഇന്ത്യൻ വേരിയൻറ്റും തമ്മിൽ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സ്പെസിഫിക്കേഷനിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു വ്യത്യാസം ഇന്ത്യയിലുള്ള 50 ഫ്യൂഷനും അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന 50 ഫ്യൂഷനിലും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണും ഇന്ത്യയുടെ സ്മാർട്ട് ഫോണും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എനിക്ക് നിർബന്ധമായിട്ട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ ഒരു എസ്പെഷ്യലി വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പരിഗണിക്കുക. ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു കേസ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഏകദേശം ഫോണിൻ്റെ ഒരു സിമിലർ കളർ എന്നുള്ള രീതിയിലുള്ള ഒരു കേസാണ് ലഭിക്കുന്നത്. അതുപോലെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററാണ് കൂടെ ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളും. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഫോറസ്റ്റ് ബ്ലൂവും ഹോട്ട് പിങ്ക് ആണ്. ഇതുകൂടാതെ മാഷ്മെല്ലോ ബ്ലൂ. ഇനി ഈ ഒരു ഫോറസ്റ്റ് ബ്ലൂവിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക് പാനൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് അക്രലിക് മെറ്റീരിയലും ഈ ഒരു ഹോട്ട് പിങ്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിഗൻ സ്യൂഡ് എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു ലെതറും ഒരു ക്ലോത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മാഷ്മെല്ലോ ബ്ലൂവിൽ ഉപയോഗിച്ചിരിക്കുന്നത് വീഗൻ ലെതറും. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 3 കളേഴ്സിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ബാക്ക് പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ പറഞ്ഞ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡിയോട് ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. ബോഡി ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത്. കർവ് ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 7.9 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ് എങ്കിൽ 175 ഗ്രാം ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാം. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വോളിയം ബ്രോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. സിംഗിൾ നാനോ സിം കാർഡാണ് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. സെക്കൻഡറി സിം ഇ സിം എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. പിന്നീട് ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ വേർത്ത് ആകുന്ന രീതിയിലുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. ടച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുൾ HD+ ആണ്. റെസൊല്യൂഷന് കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 5 ആണ് പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 395 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. വളരെ ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ 1600 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ ഏത് സിറ്റുവേഷനിലും നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 360 ഹെർട്സ് ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ മൾട്ടിമീഡിയ വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ ടോട്ടലി ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒരു ഗംഭീരമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. Adreno 710 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. എനിവേ പെർഫോമൻസ് ആയിട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള യാതൊരു ഇഷ്യൂസും ഒന്നും ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഇന്ത്യൻ വേരിയൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിലെ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 8+128 12+256 മെമ്മറി വേരിയൻസിലാണെങ്കിൽ ഗ്ലോബലി അവൈലബിൾ ആകുന്നത് 12+256 അതുപോലെ തന്നെ 12+512 മെമ്മറി വേരിയൻ്റ് ആണ്. ഇപ്പോൾ നിലവിൽ ഖത്തറിൽ 12+512 എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയൻസിലാണ് അവൈലബിൾ ആകുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. അതുപോലെ LPDDR5 ആണ് റാം ടൈപ്പ് വരുന്നത്. നമുക്കിതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഇന്ത്യൻ വേരിയൻറ്റിൽ 12ഓളം 5G ബാൻഡ് സപ്പോർട്ട് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിൽ 13ഓളം 5G ബാൻഡ് സപ്പോർട്ടാണ്. രണ്ടിലും ഡ്യുവൽ 4G LTE സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വേർഷൻ വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടാണ്. രണ്ടിലും NFC കൂടി സപ്പോർട്ടാണ്. അതുപോലെ തന്നെ IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോണാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ആ ഒരു IP68 റേറ്റഡ് കൊടുത്തത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇന്ത്യൻ വേരിയൻറ്റും ഗ്ലോബൽ വേരിയൻറ്റും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യൻ വേരിയൻറ്റിൽ 2 ഫിസിക്കൽ നാനോ സിം കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിൽ ഒരു ഫിസിക്കൽ നാനോ സിം കാർഡും
ഒരു ഇ സിം കാർഡ് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മോട്ടോറോള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ആ ഒരു ഹലോ UI ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഹാർഡ്വെയർസോ ബ്ലോട്ട്വെയർസോ ഒന്നും കാണാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്രയും വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എനിവേ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് നൽകുന്ന ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 40 മിനിറ്റോളമാണ് എടുക്കുന്നത്. ഇത്രയും ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ എനിക്ക് പേഴ്സണലി ലഭിച്ചിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന ഒരു ബാറ്ററി പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഈസി ആയിട്ട് ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, ഭയങ്കര സൂപ്പർ ലൗഡി അല്ല, പക്ഷേ ആ ഉള്ള ഒരു ലൗഡ്നെസ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്, ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മറിച്ച് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ കളിച്ചിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് തന്നെ എനിക്കിതിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത്രയും സമയം യൂസ് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് ഫോൺ വാമാവുന്ന ഒരു ഫീൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ഗെയിം എനിക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതിന് മുകളിലുള്ള അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളതും 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം തന്നെ കളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലാണ് നമുക്ക് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിൽ നമുക്കൊരു ഇത്തിരി സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഒരല്പം ഓവർ സാച്ചുറേറ്റഡ് എന്നുള്ള രീതിയിലാണ് മിക്ക ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വിവിഡ് എന്ന് പറയുന്ന കളർ സെറ്റിംഗ്സിലാണ് ഡിഫോൾട്ടായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അത് നമ്മൾ നാച്ചുറൽ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോസൊക്കെ ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോസ് തന്നെ നമ്മൾ PC-യിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്മാർട്ട് ഫോണിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭയങ്കര സാച്ചുറേറ്റഡ് എന്നുള്ള ഫീലിംഗ് ഒന്നും നമുക്ക് കാണാനും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഡയലറ്റ് പെർഫോമൻസ് സൂപ്പർബാണെന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. HDR പെർഫോമൻസ് സൂപ്പർബാണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് പോർട്രേറ്റ് ഫോട്ടോസിനെ കുറിച്ചാണ്. അത് നമ്മൾ സിംഗിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോസിനെ കുറിച്ചാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോസാണ് നമുക്ക് മിക്ക സമയത്തും ലഭിച്ചിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ പൊതുവേ നമുക്ക് 8 മെഗാ പിക്സൽ അല്ലെങ്കിൽ ഈവൻ 13 മെഗാ പിക്സൽ ആണെങ്കിലും വലിയൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് മറ്റ് സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിലൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞിട്ടുള്ള HDR പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ആയിക്കോട്ടെ. ഇനി നൈറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു 2 ക്യാമറയും പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നല്ല ഡീറ്റെയിൽസ് നമ്മുടെ ഫോട്ടോസിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡയലൈറ്റ് പെർഫോമൻസ് നല്ല സൂപ്പർബായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള എഡ്ജ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് പോർട്രേറ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ റിയർ ക്യാമറയും സെൽഫി ക്യാമറയുടെയും ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഒരു മികച്ച ഒരു ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അത് പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന ആ ഒരു മുമ്പോട്ടുള്ള ആ ഒരു വീഡിയോ സാമ്പിൾസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഈ ഒരു ഫോട്ടോഗ്രാഫിയിൽ പുലർത്തിയിട്ടുള്ള ആ ഒരു മികവ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോഗ്രാഫിയിൽ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം.
അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റും കൂടി ചെയ്യാവുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിം/സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. 4K നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി എടുത്ത് പറയേണ്ടതാണ്, സൂപ്പർബാണ്, ഭയങ്കര ഒരു സൂപ്പർ സ്മൂത്ത് ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസും ഗംഭീരമാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് വീഡിയോ പെർഫോമൻസ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിം/സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. 4K തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തതും. നിങ്ങൾക്ക് കാണാം സ്റ്റെബിലിറ്റി ഒരു രക്ഷയില്ല. ശരിക്കും മോട്ടറോള സ്മാർട്ട് ഫോണിന് ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത്രയും ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലിറ്റി എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ HDR പെർഫോമൻസ് സൂപ്പർബാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ദ ബെസ്റ്റ് എന്നുള്ളൊരു ഫീല് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ വരുന്നത് 8+128-ന് 22,999 റുപ്പീസും അതുപോലെ തന്നെ 12+256 GB ആണെങ്കിൽ 24,999 റുപ്പീസാണ് വരുന്നതെങ്കിൽ ഖത്തറിൽ 12+512 GB വരുന്നത് 1,349 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 30,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഒരു സമയം വരെയൊക്കെ നമുക്ക് ഏകദേശം 4,000 രൂപ വില വരുന്ന മോട്ടോയുടെ ഒരു ഇയർബഡ്സ് കൂടി ഇതിനോട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ സൂപ്പർ വേർത്ത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് നല്ലതാണ്, ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, ഈവൻ ഹാർഡ്വെയർ നല്ലതാണ്. അതുപോലെ തന്നെ ക്യാമറ സൂപ്പർബായിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവൽ പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്റ്റീരിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഓവറോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സ്മാർട്ട് ഫോൺ തേടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.